വാർത്തകളിലേക്ക് പോവുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം തടഞ്ഞു എന്ന പുതിയ വാർത്തയാണ് വരുന്നത്. വാദം കേൾക്കുന്നത് വരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയാണ് ഇഡിയുടെ ആവശ്യത്തിന് സ്റ്റേ അനുവദിച്ചുകൊണ്ട് ജാമ്യം തടഞ്ഞിരിക്കുന്നത്. അറസ്റ്റിലായി 3 മാസം തികയാനിരിക്കെ ഇന്നലെയാണ് റോസ് അവന്യൂവിലെ പ്രത്യേക കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. രാകേഷ് ഉണ്ട്. രാകേഷ്, ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇഡിയുടെ ഒരു അടിയന്തര നീക്കം, അതുണ്ടായിരിക്കുന്നു. കോടതി ജാമ്യം തടഞ്ഞിരിക്കുന്നു. എന്താണ് വിശദാംശം? സജിത്ത്, ഡൽഹി ഹൈക്കോടതിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം തൽക്കാലത്തേക്ക് തടഞ്ഞത്. കാരണം ഇന്നലെ റോസ് അവന്യൂ കോടതിയാണ് മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇതിനെതിരെ ഇന്നലെ ഇഡി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം 48 മണിക്കൂർ ഈ ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം ഇഡി മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഹൈക്കോടതിയെ സമീപിക്കാൻ സമയം അനുവദിക്കണമെന്നായിരുന്നു ഇഡിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് റോസ് അവന്യൂ കോടതി അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് ഏതായാലും ഇഡി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്ന് കോടതി ചേർന്നതിന് തൊട്ട് പിന്നാലെ ഇഡിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ഇക്കാര്യം കോടതിയിൽ ഉന്നയിച്ചു. ASG പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം, SV രാജു പ്രധാനമായും ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ ഇഡിക്ക് കൃത്യമായൊരു അവസരം നൽകിയില്ല കോടതി. മാത്രവുമല്ല, വാദങ്ങളൊക്കെ തന്നെ വേഗത്തിൽ പറഞ്ഞു തീർക്കാനുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടായി. അങ്ങനെ വാദം വെട്ടിച്ചുരുക്കുന്ന നടപടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾ കൃത്യമായി ഉന്നയിക്കാൻ സാധിച്ചില്ല എന്ന വാദമാണ് ഇപ്പോൾ ഏതായാലും ഇഡി ഹൈക്കോടതി മുമ്പാകെ വെച്ചിരിക്കുന്നത്. തുടർന്നാണ് ഹൈക്കോടതി തൽക്കാലത്തേക്ക്, അതായത് ഈ ഹർജി പരിഗണിക്കുന്നത്, ഹർജിയിൽ വാദം കേൾക്കുന്നത് വരെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ജാമ്യം സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇഡിയുടെ അപേക്ഷ അത് അടിയന്തരമായി പരിഗണിക്കാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അല്പസമയത്തകം തന്നെ ഇഡിയുടെ വാദം കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അന്തിമ തീരുമാനത്തേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുക. ഏതായാലും കേജ്രിവാളിനെ സംബന്ധിച്ച് താൽക്കാലികമായി തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ ജാമ്യം അനുവദിച്ചു, ഇന്ന് ഉച്ചയോടുകൂടി കേജ്രിവാൾ പുറത്തിറങ്ങാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ താൽക്കാലികമായി ജാമ്യം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമായിരിക്കും. സ്വാഭാവികമായും നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങളിൽ നിന്ന് ഏതെങ്കിലും പുതിയ വാദങ്ങൾ ഇഡി ഉന്നയിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ അടക്കം ഇഡി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി മദ്യനയ അഴിമതിയിൽ കേജ്രിവാളിന് കൃത്യമായ പങ്കുണ്ട്. ഗോവയിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഈ ഫണ്ട് ഉപയോഗിച്ചു, ഈ മദ്യ ഉടമകളിൽ നിന്ന് സ്വീകരിച്ച ഫണ്ട് ഉപയോഗിച്ചു എന്ന വാദം ഇന്നലെയും നിരത്തിയെങ്കിൽ പോലും വിചാരണ കോടതി അത് കേൾക്കാൻ തയ്യാറായില്ല, അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇനി എന്ത് വാദമായിരിക്കും ഇഡി നിരത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഏതായാലും കീഴ്ക്കോടതിയിൽ നിന്ന് കൃത്യമായ സമയം നൽകിയില്ല എന്നൊരു വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏതായാലും ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അല്പസമയത്ത് തന്നെ വിശദമായ വാദം കോടതി വിഷയത്തിൽ കേൾക്കും. സജിത്, ഒരു കാര്യം കൂടി രാകേഷ്, ഈ ഹൈക്കോടതിയുടെ ഇടപെടലിൽ എന്തെങ്കിലും അസാധാരണത്വമുണ്ടോ? കാരണം ഇത്ര വേഗത്തിൽ ഒരു സ്റ്റേയിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ, ഇന്ന് പുറത്തിറങ്ങാനിരിക്കുമ്പോൾ ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അസാധാരണത്വമുണ്ടോ? അതല്ല, ഇത് മുന്നിൽ കണ്ട് ഇഡി നേരത്തെ തന്നെ നിയമപരമായ മറ്റൊരു നീക്കം നടത്തി എന്ന് വേണോ കരുതാൻ? ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം നേരത്തെ കൂട്ടി നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇന്നലെ ഇഡി അത്തരമൊരു സാവകാശം ആദ്യം തന്നെ തേടിയത്. 48 മണിക്കൂർ ഒരു സാവകാശമാണ് അവർ ആദ്യം തേടിയിരുന്നത്. പക്ഷെ അത് വിചാരണ കോടതി നൽകാൻ തയ്യാറായില്ല. തുടർന്നാണ് ഇന്ന് രാവിലെ ഏതായാലും ഇഡി അഭിഭാഷകൻ രാവിലെ തന്നെ കോടതിയിൽ ഈ വിഷയം ധരിപ്പിച്ചത്. പക്ഷേ അനുകൂലമായ നിലപാട് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. ഏതായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ ഈ വിഷയത്തോട് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടലിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇനി നേതാക്കളിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും അതിഷി മർലാന അല്പസമയത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകേണ്ടതാണ്. കാരണം ഇന്ന് കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചതാണ്. ഉച്ചയോടുകൂടി ജയിൽ മോചനം സാധ്യമാകുമെന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും ഇത്തരമൊരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഈ നീക്കത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരമൊരു പ്രതികരണത്തിലേക്ക് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇതുവരെ കടന്നിട്ടില്ല. സജിത്, കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാവുന്ന തീരുമാനമാണ് ഉണ്ടാവുന്നത്. ഇന്ന് പുറത്തിറങ്ങാനിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുന്നത്. ഹൈക്കോടതി ജാമ്യം തടഞ്ഞുകൊണ്ട് തീരുമാനമുണ്ടാകുന്നു. വിചാരണ കേൾക്കാൻ, തങ്ങളുടെ വാദം കേൾക്കണമെന്ന ഇഡിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇഡി ഇന്ന് കോടതിയിൽ സമർത്ഥിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ എന്തെങ്കിലും തെളിവുകളോ നീക്കങ്ങളോ വാദങ്ങളോ കോടതിക്ക് മുന്നിൽ ഇഡി വെക്കുമോ? അങ്ങനെയെങ്കിൽ ഇതിൽ ജാമ്യം എന്ന ആവശ്യം അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ നിലപാട് തടയപ്പെടുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയായത് മാറുകയാണ്. പ്രതിപക്ഷ ചേരിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ ആശ്വാസമാകുന്ന, വലിയ നേട്ടമാകുന്ന ഒരു സാഹചര്യം കൂടി ഈ
കെജ്രിവാളിന്റെ ജയിൽ മോചനം സാധ്യമായിരുന്നു. കാരണം ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിന്നുകൊണ്ട് ജയിൽ മോചനത്തിന് വേണ്ടി നിലപാടെടുക്കുകയും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനപ്പെട്ട പ്രചരണ വിഷയമൊക്കെ ആയതുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ കെജ്രിവാളിന് കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം.